പയ്യന്നൂരിൽ വ്യാപകമായി UDF പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചു. പ്രതിഷേധവുമായി UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. പയ്യന്നൂർ നഗരസഭയിലെ 16, 39, 40, 41 വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. സംഭവത്തിൽ UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധം അറിയിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് CPM-ൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച തുടർച്ചയായി വന്നുകൊടുക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരസഭയിലെ 16-ാം വാർഡ്, 39-ാം വാർഡ്, 40, 41 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളെ പ്രചരണ ബോർഡുകൾ തികച്ചും അത് എടുത്തുകൊണ്ടുവന്ന് വാഹനം കൊണ്ടുവന്ന് പൂർണ്ണമായി അത് എടുത്തുകൊണ്ടുവന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ CPM-ൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ഈ ജനാധിപത്യ തെരഞ്ഞെടുപ്പിനെ തികച്ചും അട്ടിമറിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ് പയ്യന്നൂരിലെ LDF-ൻ്റെ നേതൃത്വം കാണുന്നതെങ്കിൽ ജനാധിപത്യ രീതിയിലെ ശക്തമായ തിരിച്ചടി നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ CPM-നകത്ത് അവരുടെ ഉൾപാർട്ടിയിൽ നടക്കുന്ന വലിയ വിഭാഗീയത പൊതുജനം അറിയാതിരിക്കാൻ വേണ്ടിയും ഇതുപോലുള്ള ചർച്ചകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ മറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഇപ്പോൾ LDF-ൻ്റെ സ്ഥാനാർത്ഥി പോലും വലിയ കുറ്റം ചെയ്തതിൻ്റെ ഭാഗമായി 20 വർഷം തടവിന് ശിക്ഷിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഇതുപോലുള്ള ചർച്ചകൾ പൊതു ഇടങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ബോർഡുകൾ കൊണ്ടുപോവുക, UDF സ്ഥാനാർത്ഥികൾക്കെതിരെ ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തുക, അത്തരം നടപടികളുമായി മുന്നോട്ട് പോയി ഈ തെരഞ്ഞെടുപ്പിനെ ബോധപൂർവ്വം അട്ടിമറിക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. തീർച്ചയായും അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴൊക്കെ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകലുണ്ടെങ്കിൽ പോലും അതിനൊന്നും യുക്തമായ മറുപടിയോ നടപടികളോ സ്വീകരിക്കാതിരിക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഞങ്ങൾ എന്തേ പരാതി കൊടുക്കാതെ എന്ന ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കൊണ്ട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനകത്ത് സബ് ഇൻസ്പെക്ടറിൻ്റെ മുമ്പിൽ പോയി പരാതി നമ്മൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ അന്നൂരിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രകടനവും പൊതുയോഗം അടക്കമുള്ള പരിപാടികളുമായി UDF നേതൃത്വം മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ നമ്മുടെ സഹപ്രവർത്തകർ മുഴുവൻ കെട്ടിയിരിക്കുന്ന ബോർഡുകൾ മുഴുവനും LDF-ൻ്റെ ചില ആളുകൾ എടുത്തു മാറ്റിയിട്ടാണ് ഉള്ളത്. ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുന്ന ഇത്തരം CPM-ൻ്റെ പ്രവണതകൾക്ക് ജനങ്ങൾ ശക്തിയായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് UDF-ന് പറയാനുള്ളത്. അവർക്ക് തന്നെ ബോധ്യമുണ്ട് 30 വർഷക്കാലം ഈ മുനിസിപ്പാലിറ്റി ഭരിച്ചിട്ട് ഒരു സംഭവം ഇവിടെ നടത്താൻ പറ്റിയിട്ടാ. അവർക്ക് പാർട്ടി വികസിപ്പിക്കാനേ പറ്റിയിട്ടു, പയ്യന്നൂരിനെ വികസിക്കാൻ പറ്റിയിട്ട് അതിൽ അവർക്ക് തന്നെ ബോധ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിലെ സാമാന്യ ജനം വോട്ടർമാർ 100% അവർക്കെതിരായിട്ട് വോട്ട് ചെയ്യുന്നതിൽ ഉറപ്പുണ്ട്. അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്. ഒരു കാരണവശാലും ഇവരിപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ അവർ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് എല്ലാ മുതലും നമ്മുടെ ബന്ധുക്കളുമായി ഇവർ ബുക്ക് ചെയ്തിട്ടില്ല. അത് ആടെ വേദി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പക്ഷേ നമ്മൾ ഈ കുഴപ്പത്തിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടാണ്, പയ്യന്നൂരിലെ വോട്ടർമാർക്ക് നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല UDF. അതുകൊണ്ട് ആ ഒരു ബോധം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവർ സകല തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നാട്ടിൽ സംഘർഷം സൃഷ്ടിക്കാനും തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുമുള്ള ശ്രമത്തെ കരുതിയിരിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് UDF പയ്യന്നൂർ മുനിസിപ്പൽ ചെയർമാൻ A. രൂപേഷ് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.